തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ ആളുകൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇവിടെ എത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മേഘങ്ങളെയും മലകളെയും തൊട്ടു നിൽക്കുന്ന ഈ അത്ഭുത സ്ഥലം ഒരിക്കൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വീണ്ടും വരും. അതുപോലെ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് നേരെ തിരുമലൈക്കോവിലേക്കാണ്. ഇത് എൻ്റെ രണ്ടാമത്തെ വരവാണ് ഞങ്ങൾ വരുന്നത്. കാരണം ഞങ്ങൾ നേരത്തെ 2 വർഷം മുമ്പ് നമ്മളിവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ തവണയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ഇത് നമുക്കുണ്ടാവും എപ്പോഴും. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാരണം. ഇവിടുത്തെ ഒരു ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടിവാരം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പുണ്ട്. 650ഓളം സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലെത്താം. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഇതിലെ വണ്ടി നമുക്ക് മുകളിലോട്ട് നമുക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. ഈ സൈഡിൽ കൂടെ ഇവിടെ നമുക്ക് 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. 50 രൂപ നമുക്ക് കാറിനൊക്കെയാണ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് നേരെ നമുക്ക് മുകളിലേക്ക്. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അമ്പലമാണ്. നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ്. എല്ലാ തരത്തിലും നമുക്കൊരു ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുന്നൊരു സ്ഥലം. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. നമുക്ക് പളനിയിലൊക്കെ പോകുന്ന ആ ഒരു ഇത് തന്നെ നമുക്കിവിടെ കിട്ടും. നമുക്ക് ചുറ്റും ഭയങ്കര കാറ്റും, നമുക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഫീലാണ്. ചുറ്റും മലകൾ, നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് കൃഷിപ്പാടങ്ങളും ഡാമുകളും കാര്യങ്ങളും ഒക്കെയാണ് ചുറ്റും കാണുന്നത്. താഴെ നല്ല പച്ചപ്പാർന്ന സ്ഥലങ്ങളും. ഇവിടുത്തെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ കാറ്റാണ്. നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാറ്റാണ്. ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഒരു ഭയങ്കര ഫീലാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിയും. നമുക്ക് അകത്തേക്ക് മൊബൈലൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോൾ ഫോണെല്ലാം നമ്മൾ വിലയിൽ കൊടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. തൊഴുത് നമുക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ പ്രസാദങ്ങൾ തരും. ഇവിടെയാണ് നമ്മുടെ പ്രധാനമായിട്ട് പുഷ്പ 2 സിനിമ, പുഷ്പ 1 എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്ത്, പുഷ്പ 1, 2 എല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്ഷേത്രം അങ്ങനെയാണ് ഇത് ഫേമസ് ആയത് തന്നെ. ആ ഒരു സിനിമയിലൂടെ തന്നെയാണ് കൂടുതലും ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. പിന്നെ ഇവിടുത്തെ പ്രസാദമൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വാങ്ങിച്ച് ഇവിടുന്ന് കഴിച്ച് നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും. ഇവിടെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്കിരുന്ന്. ഇങ്ങോട്ടേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല. ഒരിക്കലെങ്കിലും നമ്മൾ വരേണ്ട ഒരു ക്ഷേത്രമാണ് ഈ തിരുമലൈക്കോവിൽ.